ഈ ചില ആളുകൾക്ക് ആയുസ് തീരാറായാലും അവരുടെ അധികാരത്തോടുള്ള ആ ഒരു മോഹം മാറത്തില്ല എന്നുള്ളത് ഒരു സത്യമാണ്. CPM-ലായിക്കൊള്ളട്ടെ, CPI-ലായിക്കൊള്ളട്ടെ, ഈ മുസ്ലിം ലീഗിലായിക്കൊള്ളട്ടെ, ഒരു നിശ്ചിത ടേം കഴിയുമ്പോഴത്തേക്ക് MLA-മാരാണെങ്കിലും MP-മാരാണെങ്കിലും മാറിക്കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും പൊതുവായിട്ട് ചർച്ചയിലേക്ക് വന്നിട്ടുള്ള 4 MP-മാരുടെ പേരുകളാണ്. അതിൽ ഏറ്റവും മുമ്പിട്ട് എനിക്ക് നിയമസഭയിലേക്ക് മത്സരിച്ച് എനിക്ക് കോന്നിയിലെ ജനങ്ങളെ സേവിക്കണം എന്ന ഒരു ആഗ്രഹവുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത് ശ്രീ അടൂർ പ്രകാശ് MP ആണ്. കൊടിക്കുന്നിൽ സുരേഷ് MPക്ക് കേരളത്തിൽ ഒരു മന്ത്രിയാകണം എന്നുള്ളൊരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കേരളത്തിലെ മുഖ്യമന്ത്രിയാകണമെന്നാണ്. കേരളത്തിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടു നിൽക്കുന്നത് കണ്ണൂർ സിംഹമായിട്ടുള്ള ശ്രീ K. സുധാകരൻ ചേട്ടനാണ്. K. സുധാകരനൊക്കെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹമായിരിക്കും കോൺഗ്രസിലെ എന്നും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത്. വടകരയിൽ നിന്നും അദ്ദേഹത്തിന് വീണ്ടും പാലക്കാട് തിരിച്ചെത്താനും പാലക്കാട് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും ഒക്കെയാണ് അദ്ദേഹം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. മന്ത്രി ബംഗ്ലാവ് സ്വപ്നം കണ്ടുകൊണ്ട് കുറെ UDF MP-മാർ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നൊരു, അത് അപവാദമാണോ അല്ലെങ്കിൽ ശരിക്കുള്ള കാര്യമാണോ എന്നറിയില്ല, അങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ട്. എന്താണ് തോന്നുന്നത്? ഈ ആയുസ് തീർന്നാലും ആശ തീരത്തില്ല എന്നുള്ളൊരു ഡയലോഗൊക്കെ നമ്മൾ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ചില ആളുകൾക്ക് ആയുസ് തീരാറായാലും അവരുടെ അധികാരത്തോടുള്ള ആ ഒരു മോഹം മാറത്തില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ CPM-ലായിക്കൊള്ളട്ടെ, CPI-ലായിക്കൊള്ളട്ടെ, ഈ മുസ്ലിം ലീഗിലായിക്കൊള്ളട്ടെ, ഒരു നിശ്ചിത ടേം കഴിയുമ്പോഴത്തേക്ക് MLA-മാരാണെങ്കിലും MP-മാരാണെങ്കിലും മാറിക്കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു ദുർവിധിയാണ്, അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ദുർവിധി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളൊരു പ്രാവശ്യം MLA ആയി കഴിഞ്ഞാൽ മരിക്കുന്ന സമയം വരെ അയാൾ തന്നെ ആയിരിക്കും MLA. അതല്ലെങ്കിൽ പിന്നെ അയാളെ പരാജയപ്പെടുത്തണം. അയാളെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റൊരാൾക്ക് അടുത്ത ടൈമിൽ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒരുപക്ഷെ പരാജയപ്പെട്ടാലും വീണ്ടും മത്സരിക്കണമെന്ന ആഗ്രഹവുമായിട്ട് ആ മണ്ഡലത്തിൽ തന്നെ കറങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഇടുത്തി പോലെ ഒരു ചെറിയ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ 4 MP-മാർക്ക് ഈ വരുന്ന 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ പൊട്ടിമുളച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് അങ്ങാടിപ്പാട്ടാണ്. കോൺഗ്രസ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയാണ് KC വേണുഗോപാൽ എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും കാരണവശാൽ UDF-ന് 2026 അധികാരം കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യം നിലവിൽ വന്നു കഴിഞ്ഞാൽ KC വേണുഗോപാൽ ഒരു സുപ്രഭാതത്തിലൂടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് പറന്നിറങ്ങും എന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയം തോന്നുന്നില്ല. ഇപ്പൊ പ്രധാനമായിട്ടും പൊതുവായിട്ട് ചർച്ചയിലേക്ക് വന്നിട്ടുള്ള 4 MP-മാരുടെ പേരുകളാണ്. അതിൽ ഏറ്റവും മുമ്പിട്ട് എനിക്ക് നിയമസഭയിലേക്ക് മത്സരിച്ച് എനിക്ക് കോന്നിയിലെ ജനങ്ങളെ സേവിക്കണം എന്ന ഒരു ആഗ്രഹവുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത് ശ്രീ അടൂർ പ്രകാശ് MP ആണ്. അടൂർ പ്രകാശ് MPയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ UDF-ന്റെ കൺവീനർ കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോന്നി നിയോജക മണ്ഡലം എന്നുള്ളത് കോൺഗ്രസിന് അപ്രാപ്യമായിട്ട് നിൽക്കുകയാണ്. അതായത് കഴിഞ്ഞ രണ്ട് ടൈം എന്ന് പറയാൻ പറ്റത്തില്ല, 2019 തുടങ്ങി 21 വരെയും അതിനുശേഷം 2021 മുതൽ ഈ പറയുന്ന 2026 വരെ അവിടെ ഇപ്പോൾ LDF-ന്റെ ജനീഷ് കുമാറാണ് MLA ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ അത് തന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു വാദവുമായിട്ടാണ് ഇപ്പോൾ അടൂർ പ്രകാശ് രംഗത്ത് വന്നിരിക്കുന്നത്. അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടാൽ സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടിട്ട് ആ സീറ്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണോ ആ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കും. ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട റോബിൻ പീറ്ററെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് ഈ അടൂർ പ്രകാശ് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അന്ന് കോൺഗ്രസ് പാർട്ടി അതിനെ അംഗീകരിക്കാതെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടുകയും ജനീഷ് കുമാർ അവിടെ MLA ആയിട്ട് വരികയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ് അടൂർ പ്രകാശ് നിൽക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ഇങ്ങനെ ഒരു ഹൈക്കമാൻഡിനെ ഇങ്ങനെ ഒരു ട്രബിളിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുൻപ് തീരുമാനമെടുക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ട് അടൂർ പ്രകാശ് നിർത്തുന്ന സമയത്ത് അടൂർ പ്രകാശിനോടും മറ്റ് കൂട്ടുകാർ കുറെ പേരുണ്ട്, അവരുടെ പേര് നമ്മൾ പുറകെ പറഞ്ഞു വരും. അപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലോക്സഭാ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും നിങ്ങൾ രാജിവെച്ച് നിയമസഭയിലേക്ക് രാജിവെക്കേണ്ട ആവശ്യമില്ല, ജയിച്ചെങ്കിൽ മാത്രം രാജിവെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ അസംബ്ലി മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ രാജിവെക്കുന്ന ലോക്സഭാ മണ്ഡലത്തിലേക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കണം. ആ സ്ഥാനാർത്ഥിക്ക് 100% വിജയം നേടാൻ സാധിക്കും എന്ന് ഹൈക്കമാൻഡിനെ കൺവിൻസ് ചെയ്യണം. അങ്ങനെ കൺവിൻസ് ചെയ്താൽ മാത്രമേ ഈ MP-മാർക്ക്
മത്സരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് അടൂർ പ്രകാശ് ഉൾപ്പെടെ, അടൂർ പ്രകാശ് അതുകൂടാതെ ഈ ഒരു കാലയളവിൽ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടത്തിൽ ചേർന്ന് വായിക്കുന്ന പേരാണ് ഈ അടൂർ പ്രകാശിൻ്റെത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതേതൊക്കെയാണ് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അടൂർ പ്രകാശിൻ്റെ മന്ത്രി സ്വപ്നങ്ങളും മന്ത്രിമന്ദിരങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഏത് സമയവും കേരളത്തിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് വെമ്പുന്ന ഒരു മനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിന്നെ അടുത്ത ഒരു ആള് എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ്. കൊടിക്കുന്നിൽ സുരേഷ് എം പിക്ക് കേരളത്തിൽ ഒരു മന്ത്രിയാകണം എന്നുള്ളൊരു ആഗ്രഹം, അദ്ദേഹത്തിന്റെ ആഗ്രഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്നാണ്. പക്ഷേ ആ ആഗ്രഹമൊക്കെ എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കുന്നതിനും പ്രശ്നമില്ല. കേരളത്തിൽ ഇന്ന് വരെ, അതായത് ഇത്രയും വിദ്യാസമ്പന്നമായ കേരളത്തിൽ ഇന്ന് വരെ CPM പോലും ഒരു ദളിത് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ, മുൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം, അതായത് KPCC പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ കൊടിക്കുന്നിൽ സുരേഷിനെയൊക്കെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് കേരളത്തിന്റെ ഒരു ദളിത് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകുന്ന ഏറ്റവും നല്ല മാതൃകയായിരിക്കും. അതിന് നമ്മൾ വേറൊരു രീതി കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനോടും ഹൈക്കമാൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിയമസഭയിലേക്ക് മത്സരിച്ചോളൂ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മാവേലിക്കര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിങ്ങൾക്ക് പകരമായി മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കുകയും ആ സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യത ഹൈക്കമാൻഡിന് ബോധ്യപ്പെടുകയും ചെയ്യണം. ഈ കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കൊടിക്കുന്നിൽ സുരേഷിനെ സ്വയം വളർത്തിയതല്ലാതെ അനുയായികളെ വളർത്താൻ വേണ്ടിയിട്ട് മറന്നുപോയി. പിന്നെ വളർത്തിയിരിക്കുന്ന അനുയായികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് ഇലക്ഷന് പോലും മത്സരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ആളുകളല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷ് ആരെയാണ് ഹൈക്കമാൻഡിന് മുമ്പിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലം കളഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് കൊടിക്കുന്നിൽ സുരേഷിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. ഇത് മറ്റു പല MP-മാരും ഇനി ഓർത്തു വെക്കേണ്ട കാര്യമാണ്. തങ്ങൾക്കൊരു പിൻഗാമിയായിട്ടൊരു 3-4 അത്യാവശ്യം കഴിവും ശേഷിയും ഒക്കെയുള്ള കുറെ ചെറുപ്പക്കാരെ വളർത്തിയെടുത്തുകൊണ്ട് വരാത്ത പക്ഷം ഇനി നിങ്ങൾക്ക് കിട്ടേണ്ട ഉന്നതമായ പല പദവികളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം നിങ്ങൾക്കൊരു പകരക്കാരനെ നിർദ്ദേശിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാതെ വരുന്ന പക്ഷം ഇതെന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഒരു അപാകതയുണ്ട്. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിൽ ഒരു അപാകതയുണ്ട്. കാരണം അവിടെ ഒരു MP നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് ആ MP തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം എന്ന് പറയുന്നതും ഒരു നല്ല നടപടിയല്ല. അത് പാർട്ടി തലത്തിൽ പാർട്ടി കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ആ പാർട്ടി കണ്ടെത്തേണ്ട കാര്യം MP-മാരെ ചുമതല ഏൽപ്പിക്കുന്ന സമയത്ത് MP-മാർ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നിർദ്ദേശിച്ചാലോ, ഞാൻ ഇന്നയാളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചോളാം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ടേക്ക് ഷാഫി കൊണ്ടുപോയ പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അതായത് പിൻഗാമി രാഷ്ട്രീയത്തിലേക്കാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയാതെയെങ്കിലും ഇവരെ കൊണ്ടുപോയി വെക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഹൈക്കമാൻഡ് മറന്നു പോകരുത്. കാരണം ഇതൊക്കെ ഭാവിയിൽ ക്ലെയിം ആയിട്ട് വരും, ഇതൊക്കെ ഓർമ്മപ്പെടുത്തും. ഇതിങ്ങനെ അല്ലായിരുന്നല്ലോ അന്ന് ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഭാവിയിലേക്ക് ഉയർന്നു വരും എന്നുള്ള കാര്യം കൂടി ഹൈക്കമാൻഡ് കാണണം. പിന്നെ അടുത്തതായിട്ട് കേരളത്തിലെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടു നിൽക്കുന്നത് കണ്ണൂർ സിംഹമായിട്ടുള്ള ശ്രീ K. സുധാകരൻ ചേട്ടനാണ്. K. സുധാകരനെ സംബന്ധിച്ച് കണ്ണൂരിൽ നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും അതോടൊപ്പം തന്നെ പിണറായി വിജയൻ ഇരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഒരു ദിവസത്തേക്കെങ്കിലും ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹത്തിന് അതിന് യോഗ്യത ഇല്ല എന്ന് ആരും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യവും അദ്ദേഹത്തിന്റെ മെമ്മറി പവറും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു കാരണവശാലും പറയില്ല. ഞാൻ ഹെൽത്തിയാണ് എന്ന് തന്നെ പറയത്തുള്ളൂ. പക്ഷെ പത്രക്കാരെ കാണുന്ന സമയത്തും അതോടൊപ്പം മറ്റാളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്തും അദ്ദേഹത്തിനുണ്ടാകുന്ന നാക്കുപിഴകൾ, ആ നാക്കുപിഴകൾ ഒരു സർക്കാരിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകും എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം ഇനിയെങ്കിലും ഉൾക്കൊള്ളുക. ഈ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു രീതിയാണ് സ്വീകരിക്കേണ്ടത്. K. സുധാകരനൊക്കെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹമായിരിക്കും കോൺഗ്രസിലെ എന്നും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത്. മറിച്ച് വീണ്ടും കേരള നിയമസഭയിലേക്ക് കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള ആഗ്രഹമൊക്കെ ആയിട്ട് അദ്ദേഹം വരികയും അവിടെ മത്സരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിലവിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പൊതുജനങ്ങളും നൽകുന്ന ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം ഇപ്പൊ കണ്ണൂർ പാർലമെന്റിൽ നിന്നുള്ള MP ആണ് അദ്ദേഹം. അതുകൂടാണ്ട് ഇതിനു മുമ്പ് അദ്ദേഹം കേരളത്തില് സംസ്ഥാനത്തെ മന്ത്രി ആയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് KPCCയുടെ പ്രസിഡന്റായി അദ്ദേഹം. ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവസരം നൽകുക. കണ്ണൂരൊക്കെ ഒരുപാട് നല്ല ചെറുപ്പക്കാരുണ്ട്, അവരൊക്കെ കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കട്ടെ. അവരൊക്കെ മാറി നിന്ന് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് അവിടെ നല്ല ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് വിജയിപ്പിക്കാൻ സാധിക്കും.
കെ സുധാകരനെ പോലുള്ള ഒരാൾക്ക് ഇന്നയാളെ മത്സരിപ്പിച്ചാൽ ഞാൻ വിജയിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കാനുള്ള ശേഷിയും കെ സുധാകരനുണ്ട്, അത് സമ്മതിക്കേണ്ടി വരും. പക്ഷെ കെ സുധാകരനെ പോലുള്ള ഒരാൾ ഇപ്പം നിയമസഭയിലേക്ക് എത്തി ഒരു മന്ത്രിയായിട്ട് നാക്കുപിഴവുകൾ മൂലം ഒരു സർക്കാരിന് ട്രബിൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അടങ്ങിയും ഒതുങ്ങിയും ഇപ്പോഴത്തെ എം പി സ്ഥാനമൊക്കെ വെച്ച് മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. തീരുമാനം കോൺഗ്രസ് പാർട്ടിയുടെയും കെ സുധാകരൻ്റെയുമാണ്. അടുത്തതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മന്ത്രിമോഹി എന്ന് പറയുന്നത്, അത് ഷാഫി പറമ്പിൽ തന്നെയാണ്. വടകരയിൽ നിന്നും അദ്ദേഹത്തിന് വീണ്ടും പാലക്കാട് തിരിച്ചെത്താനും പാലക്കാട് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തന്നെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളും ഒക്കെയാണ് അദ്ദേഹം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിവാദം വരാതിരുന്നുവെങ്കിൽ കേരളത്തിലെ ഏറ്റവും ജനസ്വാധീനമുള്ള അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിച്ചിരുന്ന ഒരു നേതാവായിരുന്നു ഷാഫി പറമ്പിൽ. അത് അന്നും ഷാഫി പറമ്പിൽ ഒരു സ്വീകാര്യതയുണ്ട്, ഇന്നുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില കൃത്രിമ ബുദ്ധികൾ, ചില നേരിട്ടല്ലാത്ത അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ, ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിച്ചു നിർത്തിയതിൽ അദ്ദേഹത്തിന് വന്ന വീഴ്ച, രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റുകാരനാണ് എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തെ തിരുത്താതിരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന് ഡാമേജ് ചെയ്യും. ഈ പറയുന്ന വടകരയിലെ എം പി സ്ഥാനം വടകരയിലെ എം പി ആയി നിന്നുകൊണ്ട് പാലക്കാട് വന്ന് മത്സരിക്കുകയും പാലക്കാട് ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് ഏൽക്കാൻ പോകുന്ന തിരിച്ചടി നിസ്സാരമല്ല. രാഹുൽ മാങ്കൂട്ടം കേസ് പാലക്കാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന മുറിവ് നിസ്സാരമല്ല. അത് ആരുദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്തുണ്ട് അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ ഉണ്ട് എങ്കിൽ തന്നെയും യഥാർത്ഥ റിയൽ ലൈഫിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നത് വേറൊരു രീതിയിൽ തന്നെയാണ്. അയാളെ കാണുന്നത് കുറ്റക്കാരനായിട്ട് തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിനെ ബാധിക്കും. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് അടുത്ത പ്രാവശ്യം 2031 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിലെ UDF സംവിധാനത്തെ നയിക്കുന്ന ഒരു നേതാവായിട്ട് പോലും ഷാഫി പറമ്പിലിന് മാറാൻ വേണ്ടി സാധിക്കും. ഇതിനൊക്കെയുള്ള ഒരു കരിഷ്മയുള്ളൊരു നേതാവ് തന്നെയാണ് ഷാഫി. അതിനകത്ത് കുറ്റമൊന്നുമില്ല. ഷാഫി പറമ്പിലിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തന്നെ വൈറ്റ് സോന പ്ലാറ്റ്ഫോം ആയിരിക്കും. ആ വൈറ്റ് സോന പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുന്നു 2031 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപക്ഷെ കേരളത്തിലെ UDF സംവിധാനത്തെ ലീഡ് ചെയ്യാൻ ശേഷിയുള്ള ഒരു നേതാവായിരിക്കും ഷാഫി പറമ്പിൽ. കാരണം അത്രയ്ക്ക് ജനസ്വാധീനവും ജനപിന്തുണയും ഒക്കെ ഉണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചു മാത്രമാണ് അദ്ദേഹം ഇതേമാതിരത്തെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിപ്പെട്ടത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 4 MP മാരാണ് കേരള നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഏതൊക്കെയായാലും ഈ 4 MP മാർക്കാണ് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവർ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുള്ളത്. ഹൈക്കമാൻഡ് അപ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പകരം ആ നിയോജക മണ്ഡലം നിലനിർത്താൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക. അതുകൂടാതെ നിങ്ങളല്ല എങ്കിൽ തന്നെയും ആ നിയോജക മണ്ഡലം വിജയിപ്പിക്കാനായിട്ടുള്ള ശേഷിയും കഴിവും നിങ്ങളല്ലെങ്കിൽ തന്നെയും ആ നിയോജക മണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് ഹൈക്കമാൻഡിനെ കൺവിൻസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് അവസരം നൽകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയായാലും വരും ദിവസങ്ങളിൽ ഈ MP മാരുടെയൊക്കെ സ്വപ്നം പൂവണിയുമോ അതോ കണ്ണീർ ബാഷ്പങ്ങളായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ആഗ്രഹിച്ചിരുന്ന മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥികളുടെ കുതികാല് വെട്ടുന്ന നേതാക്കന്മാരായിട്ട് ഇവർ മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.